ഹലോ മോർണിംഗ് റുട്ടീൻ വ്ലോഗ് 10 ആണ്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഞാൻ പതിവ് പോലെ എക്സസൈസ് ചെയ്യുവാണ്. കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ ഉന്മേഷത്തോടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയും ഏത്തയ്ക്ക പുഴുങ്ങിയതുമാണ് ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ്. കടല ഞാൻ തലേദിവസം കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വേവിക്കാനായിട്ട് വെക്കും. നാടൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കടലക്കറി വറുത്തരച്ചിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൻ്റെ ഷോർട്സിൽ തപ്പിയാൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം. ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങാൻ വെക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് മലയാളി കടയൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ എല്ലാ നാടൻ ഐറ്റംസും കിട്ടും. ഇതുപോലെ ഏത്തയ്ക്ക, ചെറുപഴം, അതുപോലെ പപ്പടം, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. നേരത്തെ എനിക്ക് ഇവിടെ ഒരു മലയാളി കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ആശ്രയിച്ചിരുന്നത് ആ ഒരു കടയായിരുന്നു. പക്ഷെ ഇപ്പം കുറേ ആളുകളൊക്കെ നാട്ടിലേക്ക് ഷിഫ്റ്റായി. അപ്പം നേരത്തെ തന്നെ അത്ര ആളുകൾ ഇല്ലെങ്കിലും ഉണ്ട് മലയാളികൾ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആളുകൾ കൂടുതലുള്ളായിരുന്നപ്പോൾ ഒറ്റയൊരു കടയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ആളുകൾ കുറഞ്ഞപ്പോൾ നാല് കടകൾ തന്നെ എൻ്റെ വീടിനടുത്തുണ്ട്. അപ്പോൾ ഏത്തയ്ക്ക പുഴുങ്ങാൻ വെക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റീമറിൻ്റെ താഴ്വശത്ത് നോക്കിയാൽ ഇതുപോലെ 3 കാലുകൾ കാണാം. ഇത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലിട്ടിങ്ങനെ ഇറക്കി വെക്കണം. ഇതിൻ്റെ നടുക്ക് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിയൊക്കെ ഉണ്ട്. അതിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും നമുക്കിതിൽ പുഴുങ്ങിയെടുക്കാം. ഉരുളൻകിഴങ്ങോ പിന്നെ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് ഞാനതിനെ അടച്ച് വെച്ച്
വേവിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലേക്കാളും ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ മീഷോയിൽ ഇതിൻ്റെ റേറ്റ് കുറവായിരുന്നു. ഇത് ഞാൻ ഏകദേശം ഒരു 200 രൂപയ്ക്ക് വാങ്ങിയതാണ്. ബാക്കി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ മീഷോ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ വാങ്ങിച്ച് നോക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക്, ചെറിയുള്ളി, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ബേ ലീഫ്, കുറച്ച് പെരിഞ്ജീരകം, മല്ലി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. നമ്മുടെ വറുത്തരച്ച കടലക്കറിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം. പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി നനച്ചെടുക്കാം. ഞാൻ പലതരം പുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. റാഗിപ്പുട്ട്, ചോളം വെച്ചിട്ടുള്ള പുട്ട്, ഗോതമ്പ് നുറുക്കിൻ്റെ പൊടിയുടെ പുട്ട്, സാധാ നമ്മുടെ ഗോതമ്പ് പൊടി അരിപ്പൊടിയുടെ പുട്ട്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്പ പുട്ടാണ്. പക്ഷേ ആക്ച്വലി ഞാൻ ഇന്ന് റാഗിപ്പുട്ട് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. റാഗിപ്പൊടി വാങ്ങാൻ പോയി, പക്ഷേ എവിടെയും റാഗിപ്പൊടി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ചെമ്പ പുട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാനിവിടെ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാനിത് 2 പേർക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് ഒരു കുറ്റി പുട്ട് കാണും. ഹാഫ് എനിക്ക്, ഹാഫ് അച്ചുവിന്, അങ്ങനെയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എടുത്ത് എനിക്ക് ശീലമായതുകൊണ്ട് എനിക്ക് അളവൊക്കെ അറിയാം. കറക്റ്റ് ആ ഒരു കുറ്റി പുട്ടിനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതിനെ ഞാൻ കുഴച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയും ഉപ്പും ആഡ് ചെയ്യും. എന്നിട്ടായിരുന്നു നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കുന്നത്. പുട്ടുണ്ടാക്കാനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ അടുക്കള സാമ്രാജ്യം ഞാൻ തുടങ്ങിയ നാൾ തൊട്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 2 പേരാണ്. ഒന്ന് എൻ്റെ ഇഡ്ഡലി കുട്ടുകവും ഒന്ന് എൻ്റെ പുട്ട് കുട്ടുകവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പീര ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി പകുതി നിറച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ തേങ്ങാപ്പീര ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കി വന്നിരിക്കുന്ന പുട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒരു വെള്ള കിരീടം വെച്ച് കൊടുക്കുന്നത് പോലെ നിറച്ചും തേങ്ങ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് പുട്ട് കുട്ടകത്തിൽ വെള്ളം നിറച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഇത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് അരയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അതിനെ അരച്ചെടുക്കാം.
സവാളയും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സീക്രട്ട് പറയട്ടെ, കടലക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മുടെ മീറ്റ് മസാല ഇല്ലേ, മീറ്റ് മസാല നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഈ പൊടികൾ ആഡ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല, പിന്നെ മിക്സിയുടെ ജാറ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതിനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ, ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് നിൽക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് ഈ ടൈമിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഈ കടല വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇപ്പം ഈ ഉള്ളി വഴറ്റുമ്പോഴൊന്നും ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ഞാൻ ആ കടലക്കറിയുടെ വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത്. വെള്ളമൊന്നും ഞാൻ സെപ്പറേറ്റ് ആക്കി കളയത്തില്ല. ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യം ഉള്ള രീതിയിൽ ഞാൻ അതിനെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ എൻ്റെ കടലക്കറിക്ക് എനിക്കൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്തില്ലേ, തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ അതും കൂടെ കടുക് വറുക്കുന്നതിൻ്റെ കൂടെ ഇട്ട് വറുത്തിട്ടാണ് അതിലേക്ക് ഇടുന്നത്. ശരിക്കും നമ്മൾ കടലക്കറി കഴിക്കുമ്പോൾ ഒരു ഇറച്ചിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് ഭയങ്കര നൈസായിട്ട് നമ്മളിൽ ഉണ്ണിയപ്പത്തിനൊക്കെ അരിയത്തില്ലേ, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഈ തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കും. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നു പോയി. ഇവിടെ കറിവേപ്പിലയൊക്കെ കിട്ടാൻ ഭയങ്കര ശോകമാണ്. അപ്പോൾ അതിൻ്റെ ഈ തീർന്നു പോയത് കൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില ഇടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. കടുക് വറുക്കാൻ നേരം കറിവേപ്പില ഇല്ലാതെ എന്ത് കടുക് വറ അല്ലേ. അപ്പോൾ കടുക് ഇതുപോലെ വറുത്തിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ കടലക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.